നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത, കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ്, നിർമ്മല ഹോസ്പിറ്റൽ, കാലിക്കറ്റ്. ശ്വാസകോശ രോഗികൾ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇടയ്ക്കിടെയുള്ള കഫക്കെട്ട് നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റും ഡോക്ടറെ? അതിനുള്ളൊരു സൊല്യൂഷനാണ് കുത്തിവയ്പ്പ് അഥവാ വാക്സിനേഷൻ. ശ്വാസകോശ രോഗികളുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ശ്വാസകോശ പ്രവർത്തനം പൊതുവിൽ നിന്നും കുറവായിരിക്കും. അവരുടെ പ്രതിരോധ ശക്തിയും വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്കെല്ലാം അത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടുതൽ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അത് വളരെ ഗുരുതരവും പലതവണ അത് ന്യൂമോണിയ ആയിട്ടും ഒരുപാട് ദിവസം ആശുപത്രിയിൽ കഴിയേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. നെഞ്ചിലുണ്ടാകുന്ന പഴുപ്പ്, റെസ്പിറേറ്ററി ഫെയിലിയർ എന്നിങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസും ഇത്തരം രോഗികൾക്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് പ്രതിരോധിക്കാൻ വേണ്ടി വാക്സിനേഷൻ ഇവർക്ക് ഫലപ്രദമായി വന്നേക്കാം. വാക്സിനേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരിൽ അസുഖങ്ങൾ കുറയ്ക്കാനും ഇനി അഥവാ അസുഖങ്ങൾ ഉണ്ടായാൽ തന്നെ അവരുടെ ഗുരുതരാവസ്ഥ നമുക്ക് കുറയ്ക്കാനും പറ്റും. ഇതിൽ പ്രധാനമായ കുറച്ച് വാക്സിനുകൾ ശ്വാസകോശ രോഗികൾ നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. അതിൽ പ്രധാനമായത് ന്യൂമോകോക്കൽ വാക്സിൻ എന്നുള്ളതാണ്. ഇന്ത്യയിൽ 30 മുതൽ 50% വരെ ന്യൂമോണിയകൾ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ബാധിച്ചുകൊണ്ടാണ്. ഇത് കുട്ടികൾ മുതൽ മുതിർന്നവരിൽ വരെ വലിയ തോതിൽ ന്യൂമോണിയകൾ ഉണ്ടാക്കുന്നു. മരണസംഖ്യ ഉയർന്നു വരികയും ചെയ്യുന്നു. ഇത് തടയാൻ വേണ്ടി ഭാരത സർക്കാർ 5 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ന്യൂമോകോക്കൽ വാക്സിൻ ഇപ്പോൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 65 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കും അതുപോലെ ശ്വാസകോശ രോഗങ്ങളുള്ളവർക്കും ഇത്തരം ന്യൂമോകോക്കൽ വാക്സിൻ വളരെ ഫലപ്രദമായിരിക്കും. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്സിനാണ് ഫ്ലൂ വാക്സിൻ. എല്ലാ കൊല്ലവും H1N1 ന്യൂമോണിയ കൊണ്ട് മരണസംഖ്യ വളരെ കൂടുതലായി വരുന്നു. അത് തടയാൻ വേണ്ടി ഫ്ലൂ വാക്സിൻ എല്ലാ കൊല്ലവും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഫ്ലൂ വാക്സിൻ കൊടുക്കുന്നതിലൂടെ അസുഖത്തിൻ്റെ ഗുരുതരാവസ്ഥ നമുക്ക് കുറയ്ക്കാനും അതുപോലെ മിതമായ സിംറ്റംസിലൂടെ അത് കടന്നു പോകാനും സാധിക്കുന്നു. ഇതുപോലെ തന്നെ മറ്റു വാക്സിനുകളാണ് കോവിഡ് വാക്സിൻ, ഷിംഗിൾസ് വാക്സിൻ, ടിഡാപ്പ് വാക്സിൻ, വില്ലൻ ചുമയ്ക്ക് കൊടുക്കുന്ന ടിഡാപ്പ് വാക്സിൻ എന്നിവയും കൂടെ നമ്മൾ ശ്വാസകോശ രോഗികൾക്ക് സജസ്റ്റ് ചെയ്യാറുണ്ട്. ഇത്തരം വാക്സിനുകൾ വളരെ സുരക്ഷിതമാണ്. പൊതുവെ ശ്വാസകോശ രോഗികൾക്ക് സ്റ്റേബിൾ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, അതായത് വലിയൊരു കഫക്കെട്ടോ പനിയൊന്നും ഇല്ലാത്ത സമയത്താണ് നമ്മൾ ഇത്തരം വാക്സിനുകൾ കൊടുക്കുന്നത്. പ്രതിരോധം തന്നെയാണ് ചികിത്സയേക്കാൾ നല്ലത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ അടുത്തുള്ള ഫിസിഷ്യൻസോ അല്ലെങ്കിൽ പൾമനോളജിസ്റ്റിനെയോ കണ്ടിട്ട് നിങ്ങളുടെ അസുഖത്തിന് അനുയോജ്യമായ വാക്സിനുകൾ കണ്ടെത്തി അതിനോട് ഡിസ്കസ് ചെയ്ത് അതിനെ പറ്റി അറിഞ്ഞതിന് ശേഷം വാക്സിനുകൾ എല്ലാവരും തന്നെ സ്വീകരിക്കേണ്ടതാണ്. നന്ദി, നമസ്കാരം.